ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പം നമ്മുടെ ഇന്നൊരു ലോങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വ്ളോഗ് വീഡിയോസ് ലോങ് ആയിട്ട് തീരെ ചെയ്യാറില്ല. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വലിയൊരു ലോങ് വീഡിയോ തന്നെ ആകാൻ വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ കുന്നംകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുന്നംകുളത്തേക്കല്ല, ഇപ്പോൾ നമ്മൾ മാമൻ്റെ ഓടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നുസുവിനെ പിക്ക് ചെയ്യാനുണ്ട് ഗൈസ്. ഞാനും അമ്മയും നുസുവും കൂടിയാണ് ഇന്ന് പോകാൻ പോകുന്നത് കുന്നംകുളത്തേക്ക്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ മാമൻ്റെ അവിടെ പോയിട്ട് നുസുവിനെ വിളിച്ചിട്ട് വന്നു. ഇപ്പം നമ്മൾ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ. സ്റ്റാൻഡ് മീൻസ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുന്നംകുളം ബസ് വന്നിട്ട് വേണം അതിൽ കയറാൻ. ആ സമയത്ത് ഒരു കുട്ടീനെ കണ്ടു ഗൈസ്. അപ്പോൾ ഞാനും നുസും അതിനെ മാറി മാറി വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താണ്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ബസ് വന്നു. ഞാനും നുസും ഒരുമിച്ചാണ് ഇരുന്നത്. അമ്മ ഫ്രണ്ടിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്നു. കാരണം കുറച്ച് നേരം ഉണ്ടല്ലോ കുന്നംകുളത്തേക്ക്. അധികം നേരം ഇല്ല, എന്നാലും കുറച്ച് നേരം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ന്യൂസ് ഇങ്ങനെ തീരെ ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. പണ്ട് എപ്പോഴോ കയറിയതാണ് ബസ്സിൽ. എന്നിട്ട് ഇപ്പോഴാണ് കയറുന്നത്. അപ്പം ഞങ്ങൾ അതൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ഇത് കോമള റെസ്റ്റോറൻറ്റ് ബേക്കറി സംഭവം അവിടെ നിന്നാണ് മിക്കതും കുന്നംകുളത്തുനിന്ന് മേമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ അവിടേക്കാണ് നമ്മൾ കൂടുതലും കയറാറ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് മോഡിഫൈ ചെയ്തെടുത്തതായിരുന്നല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് നല്ല രസമായിരുന്നു. അവിടെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞു നമ്മളിനിപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വേണം ഒരു സ്ഥലം വരെ പോകാൻ. എവിടേക്കാണെന്ന് വെച്ചാൽ LMNOPQലേക്ക് പോകാനാണ്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ വേറെ ആവശ്യം കൂടെ ഉണ്ട്. അപ്പോൾ അതേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. ഏതായാലും വന്ന സ്ഥിതിക്ക് കുറച്ചധികം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് നല്ല കളക്ഷനായിരുന്നു കേട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് വന്നതിനേക്കാട്ടിയും ഡബിളായിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ. അന്ന് ഞാൻ വന്നപ്പോൾ ഇവർക്ക് ഓൺലൈൻ പേജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ഓൺലൈൻ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർക്ക് പുറത്തുനിന്നൊക്കെ ഭയങ്കരമായിട്ട് ഓർഡർ, കൊല്ലത്തുനിന്നൊക്കെ ഇങ്ങനെ ഓർഡർ വരുമ്പോൾ വന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ടല്ലേ, വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ അവർ ഓൺലൈനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ പുതുതായിട്ട് ഞാനാണ് കേസ് വന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ. അപ്പോൾ നുസൂനൊന്ന് നോക്കി, അവൾക്കും ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടമില്ല കേട്ടോ. കാരണം അവൾക്ക് ദുബായ് സ്റ്റൈല് അവിടുത്തെ ഡ്രസ്സുകളാണ് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ അത്ര താല്പര്യമില്ല അവൾക്ക്. അതുകൊണ്ട് അവളൊന്നും എടുത്തില്ല. പിന്നെ പാരച്യൂട്ട് ബാഗ് വന്നിട്ടുണ്ട്, കുറേ ജീൻസുകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. പിന്നെ നമുക്ക് മിക്കവരും ഫേസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഞാൻ പോലും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് സൈസിലുള്ള ജീൻസ് കിട്ടുക എന്നുള്ളത്. 28 എനിക്ക് ലൂസാണ്, 26 ആണ് എൻ്റെ സൈസ്. കറക്റ്റായിട്ട് നമ്മൾ അരഭാഗം കറക്റ്റ് ഫിറ്റിൽ കിടക്കും. ആ സൈസ് കിട്ടാൻ പുറത്ത് കടകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് 30 ആവും ഏറ്റവും താഴെ സൈസ് കിട്ടാറ്. ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ജീൻസ് എടുക്കുമ്പോൾ. അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഇവിടേക്ക് വരാം. കാരണം ഇവിടെ ആ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ജീൻസ് ഏതാണോ അതിൻ്റെ എല്ലാ സൈസും ഇവിടെ അവൈലബിൾ ആണ്. ചെറുത് മാത്രമല്ല, അല്ല വലിയ സൈസ് ആണെങ്കിലും എല്ലാം അതും ഇവിടെ അവൈലബിൾ ആണ്. സോ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സസ് ആയിക്കോട്ടെ, സ്കേർട്ട് ആയിക്കോട്ടെ, ജീൻസ് ആയിക്കോട്ടെ, ക്രോപ്പ് ടോപ്പ് ആയിക്കോട്ടെ, കൊറിയൻ ടോപ്സ് ആയിക്കോട്ടെ, എല്ലാതും. ഞാൻ അവിടെ നിന്ന് അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ടോപ്പുകളും 400 ബിലോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഒരു ഹോൾ വീഡിയോ പോലെ ആയിട്ട്. പിന്നെ ആ ലാസ്റ്റ് ഭാഗത്തിൽ തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. കേസ് പകുതി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് അവിടെ ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും നമ്മൾ കവറിലൊക്കെ ആക്കിയിട്ട് തരുമായിരുന്നു. സോ കവറിലാക്കി വന്ന് ഞങ്ങൾ ഓക്കെ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ LMNOPQ ട്രെൻഡ്സ് എന്ന് പറഞ്ഞത്. ഷോപ്പ് ചെറുതാണെങ്കിലും ഉള്ളിലത്തെ സംഭവങ്ങൾ അതിഭീകരമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിഞ്ഞ് അത്യാവശ്യം ഇവിടെ കുന്നംകുളത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. മലബാർ ജംഗ്ഷൻ എന്നായിരുന്നു പേര് കണ്ടിട്ടുണ്ടായിരുന്നത്. അതന്നെയായിരുന്നു. സോ അവിടേക്കാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വെർട്ടിക്കലായിട്ടാണ് ഗൈസ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാലോ വിചാരിച്ചിട്ട്. അപ്പോൾ യൂട്യൂബ് സൈസിൽ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫുഡ്. അയ്യോ റൈസൊക്കെ നല്ല റൈസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ റൈസിനെക്കാട്ടും
ചിക്കൻ സൂപ്പർ ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ നല്ലോണം കഴിച്ചു. കാരണം ഉച്ചയാകുമ്പോൾ ഒരു പ്രത്യേക വിശപ്പ്, ചില സമയം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ആ വിശപ്പുണ്ടാവും. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ആസ്വദിച്ച് കഴിച്ചു ഗൈസ്. ഇവിടെ അത്യാവശ്യം തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങനെ അപ്പോയിൻമെൻ്റ് എടുത്ത് കയറ്റില്ല, അതുപോലെ ഏകദേശമായിരുന്നു. കുറച്ച് നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു, എന്നിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞ് മൊഹീറ്റോ ഓർഡർ ചെയ്തു. മിൻറ്റായിരുന്നു. ചില ഷോപ്പിൽ പോയിട്ട് മൊഹീറ്റോ എന്ന് പറയുമ്പോൾ അവർ മൊജീറ്റോ എന്ന് പറയും, മൊജീറ്റോ എന്ന് പറയുമ്പോൾ മൊഹീറ്റോ എന്ന് പറയട്ടോ. ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. ശരിക്കും ഇതിനെ പ്രൊണൗൺസ് ചെയ്യാൻ മൊഹീറ്റോ എന്നാണ്, പക്ഷേ ഒരുവിധം ചില ഹോട്ടലിലൊക്കെ പോയാൽ മൊജീറ്റോ എന്ന് പറയണേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ 2 പേരും പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ തിരിച്ചു വന്ന് ചാവക്കാട് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ ഓറഞ്ച് എന്തോ വാങ്ങണം വിചാരിച്ചിട്ട് ഓറഞ്ച് വാങ്ങുമായിരുന്നു. അത് എനിക്കും നുസുവിന് പോകുമ്പോഴും കൊണ്ടുപോകാമല്ലോ വിചാരിച്ചിട്ട്, മാമൻ്റെ അവിടെ ആക്കണം അവളെ. അപ്പം ഞങ്ങൾ അവിടെ തണലത്ത് പോയി നിന്നാട്ടോ, ചൂട് സഹിക്കാൻ പറ്റാണ്ട് അത് ടർപ്പായുടെ അടിയിൽ പോയി നിന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് വീട്ടിലെത്തി 2 കവർ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് അറിയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊരു ഹോൾ വീഡിയോ പോലെ ഇപ്പോൾ വരുന്നുണ്ട് ക്ലിപ്പ്. ഉണ്ണിയാൾ അവിടെ വീഡിയോ കണ്ടോണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെയായിരുന്നു LMNO PQൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൊക്കേഷൻ ആണെന്ന് ഞാൻ പറയാം. അത് നമ്മളെ കുന്നംകുളത്ത് കേരള വസ്ത്രാലയം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. അവിടെ വലിയ ലെറ്റേഴ്സിലാണ് എഴുതി വെച്ചിട്ടുണ്ട് LMNO PQ ട്രെൻഡ്സ് എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അവിടുന്ന് വാങ്ങിയ സാധനങ്ങളുടെ ഒരു ഹോൾ വീഡിയോ പോലെ കാണിക്കാൻ വിചാരിച്ചു. 2 കവർ നിറയെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോൾ വീഡിയോസ് കാണാൻ. അതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറയാനുണ്ട്. LMNO PQ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടം തരാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ സ്ക്രീനിലൊരു കൂപ്പൺ കൊടുക്കാം. സോ ആ കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രൈസിൽ ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഡക്ട്സ് വാങ്ങില്ല, ഡ്രസ്സ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഒരു ഫ്രീ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഉണ്ടാവുക. സോ ഡിസ്കൗണ്ട് ഈ 2 രീതിയിലാണ് ഉണ്ടാവുക. സോ നല്ല ചാൻസാണ് ഇതുവഴി നിങ്ങൾക്ക് വിഷു കൈനീട്ടായിട്ട് ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂപ്പൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കൊടുത്ത കൂപ്പൺ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജിങ് ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിലല്ല അവർ ഓർഡേഴ്സ് എടുക്കുന്നത്. ആദ്യം ഞാൻ മുമ്പ് ചെയ്തിരുന്ന സമയത്ത് അവർ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർക്ക് ഓൺലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിലല്ല അവർ ബിസിനസ് ചെയ്യുന്നത്, അവർ വാട്സപ്പിലാണ്. സോ വാട്സപ്പ് നമ്പറും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. സോ അതുവഴി നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റുന്നതാണ്. അത് മാത്രമല്ല, അവർ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ അക്കൗണ്ട് പേജിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫോളോ മെസ്സേജ് എന്ന് കാണാം. അതിൻ്റെ അപ്പുറത്ത് തന്നെ അവരെ കോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതുവഴി കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആ നമ്പർ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ അവരെ അതിൽ കൂടെ. പിന്നെന്താ, ഇവർക്കൊരു വാട്സപ്പ് ചാനലും കൂടെ ഉണ്ട്. അതിൽ നിന്ന് വെച്ചാൽ ഡെയിലി അവർ അപ്ഡേറ്റ് ചെയ്യും. ഡെയിലി വരുന്ന ഓരോ മോഡൽസും പാക്കേജിങ്ങും ഷോപ്പും കാര്യങ്ങളും എല്ലാതും ഡെയിലി അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ടോട്ടലി സേഫ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫോൺ നമ്പറോ കാര്യങ്ങളൊന്നും ലീക്ക് ആവുന്നുള്ള പേടി വേണ്ട. കാരണം നമ്പർ പ്രൈവസി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തിട്ടുണ്ട് അവർ. അതായത് നമ്മുടെ നമ്പർ അല്ലാതെ വേറെ ആ ഗ്രൂപ്പിലുള്ള വേറെ ആരുടെയും നമ്പർ കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലെ അത് എടുത്ത് യൂസ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു സേഫ്റ്റി മെഷേഴ്സും കൂടെ എടുത്തിട്ടാണ് അവർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട. പിന്നെ അതിൻ്റെ ഇത് റിലേറ്റഡ് ആയിട്ട് കുറേ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോയിൽ താഴെ കമൻറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ ലിങ്ക് കൊടുത്താൽ ലിങ്കിൽ ക്ലിക്ക് ആവില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ ഈ ഒരു മെയിൻ വീഡിയോയുടെ താഴെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. അവരെ പേജിൻ്റെ പേരും അങ്ങനത്തെ ലിങ്ക് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഷോർട്ട് വീഡിയോയിലൊക്കെ. അതല്ലാതെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് നോക്കിയാലാണ് കാണാൻ പറ്റുക. കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിടും ചെയ്യാം, ഡിസ്ക്രിപ്ഷനും കൊടുക്കാം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പറ്റിയ ചാൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് വിഷു കൈനീട്ടം വഴി, വിഷു കൈനീട്ടം എന്നുള്ള രീതിയിൽ LMNO PQ എന്നത് സംഭവം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൂപ്പൺ വേഗം എല്ലാവരും പോയി യൂസ് ചെയ്തോളൂ കേട്ടോ. വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡ്രസ്സ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് ഡ്രസ്സാണ് വേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്കെന്നാൽ പിന്നെ വീഡിയോയിലോട്ട് കിടക്കാം. 2 കവറുണ്ട്. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എൻ്റെ വെള്ള ഡ്രസ്സൊക്കെ പ്രൈസ് ഇതിൽ ടാഗ് കൊടുത്തിട്ടുണ്ടാവും. അതിലത്തെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ. അവിടെ ഭയങ്കര അഫോർഡബിൾ വെച്ചാൽ നമ്മൾ ഡ്രസ്സിനനുസരിച്ചുള്ള പ്രൈസേ ഉള്ളൂ. ഞാൻ ഇതിൽ ഓരോന്നും കാണിക്കുമ്പോൾ തന്നെ ഉണ്ടാവും അതിൽ പ്രൈസുകൾ. സൂപ്പർ അല്ലേ? നീലും ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നത്തേനെക്കാട്ടി ഫുള്ള് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
കുറേ സ്പേസൊക്കെ കൂട്ടി ഒന്നുകൂടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവർ കൂട്ടിയിട്ടുണ്ട്. നടുവിൽ ഉണ്ടായിരുന്ന സംഭവമൊക്കെ വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ് കാണാല്ലേ. ഈ ഒരു ടോപ്പാണ്, ഒരു വൈറ്റ് ടോപ്പാണ്. ഇതൊരു 5 സ്ലീവ് ക്രോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ എന്തെങ്കിലും ഇവരിവിടെ പേര് കൊടുത്തിട്ടുണ്ടോ? ഇതിൽ ക്രോപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളൂ. സോ ക്രോപ്പ് ടോപ്പ് എന്നുള്ള രീതിയിൽ ഇത് കുറച്ച് വലിയ സൈസാണ് എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഓവർ സൈസ്ഡ് ക്രോപ്പ് ടോപ്പ് ഇല്ല. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ അത് നല്ല ജീൻസിൻ്റെ കൂടെയൊക്കെ പേരപ്പോൾ സെറ്റ് ആവും. ഇത് ക്രോപ്പായിട്ടല്ല എനിക്ക് എടുക്കുക, കുറച്ച് ലെങ്ത്തിലാണ് നിൽക്കുന്നുണ്ടാവുക, ഓവറായിട്ടല്ല കേട്ടോ. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെയും കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീനൊക്കെ ആയിരുന്നു, യെല്ലോ ഒക്കെ. അതൊന്നും ഞാൻ എടുത്തില്ല, എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് വൈറ്റ് എടുത്തതും. സോ ഇതാണ് ടോപ്പ്. 5 സ്ലീവ് പോലെയാണ് ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 380 റുപ്പീസ്, 380 രൂപയുള്ളൂ കേട്ടോ ഈ ടോപ്പിന്. ഞാൻ വില കുറഞ്ഞ ഡ്രസ്സുകൾ കണ്ടിട്ടുള്ള ആകെ കൂടെ ഓൺലൈനിൽ മാത്രമാണ്. ഇപ്പോൾ എല്ലാം തന്നെ ഉപയോഗിക്കലും കണ്ടു. കാരണം നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ പോകുമ്പോൾ 380, 300 ടോപ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. സോ ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ടോപ്പാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. വലുതാക്കിയിരുന്നിട്ട് വെള്ളയാണ്. ഇനി അടുത്തതൊരു ക്രോപ്പ് ഷർട്ട് പോലത്തെയാണ്. ഇത് ക്രോപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് സംഭവം. ഇവിടുത്തെ ബട്ടൺ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സൈഡ് ഇത് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് അയച്ചിട്ടാണ് ഞാൻ ഇട്ടുണ്ടായിരുന്നത്. ഇതാണ് ടോപ്പ് വന്നിട്ട്. ഇത് എനിക്ക് ഇനി കൊള്ളില്ലെങ്കിൽ ഉണ്ണികൾക്കും കൊടുക്കാട്ടോ, ആ ഒരു രീതിയിൽ ഞാൻ എടുത്തതായിരുന്നു. ഇങ്ങനെയാണ്. സ്ലീവ്സ് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ എൽബോസ് വരെയാണ് കിടക്കുക. ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ബലൂൺ സ്ലീവ് ഒക്കെ പോലെയാണ് കിടക്കുന്നുണ്ടാവുക. കോളറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വേറെ കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഒന്നുമല്ല, ഇനി അവിടെ ഷോപ്സിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ടോപ്പ് വന്നിട്ട്. താഴെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ട് വശം കയറിയിട്ട് ബാക്ക് വശം ഇറങ്ങിയിട്ട് ആ ഒരു രീതിയിലാണ്. ബട്ടൺസ് നമുക്ക് ഇത് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ ക്രോപ്പായിട്ട് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഇന്നറോ ടാങ്ക് ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ വില 299 റുപ്പീസാണ് കേട്ടോ. 299 ടോപ്പാണ് കേട്ടോ ഇത്. ഓക്കെ, പേടിച്ചോ. ഇനി അടുത്തത് ജീൻസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ടോപ്സ് എടുക്കാം. പിന്നെ എനിക്ക് മാത്രം വാങ്ങിയ കാര്യമില്ല, സഹോദരിമാർ വീട്ടിലില്ലേ. സോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും കൂടെ വാങ്ങണ്ടേ. ഇതിൻ്റെ തിരിച്ചമസാണ് സഹോദരിമാർക്കും വാങ്ങണ്ടേ ഗൈസ്. സോ അതുകൊണ്ട് അവർക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ. ശരിയാ, നല്ലൊരു അടിപൊളി കളറിൽ മാച്ചിങ് ആയിട്ട് തന്നെ കിട്ടി. കളർ ഡിഫറൻസ് ഉണ്ട്, ബട്ട് ഡ്രസ്സ് സെയിം തന്നെയാണ്. ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭംഗി ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ നെക്ക് ആയതുകൊണ്ടാവാം. അപ്പം ഞാൻ തുണികൾക്ക് വാങ്ങാൻ വിചാരിച്ചു. കളഞ്ഞിട്ട് തിരിച്ചു തരാം. ഈ 2 ടോപ്പാണ്. ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡും ഒരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് ഷെയ്ഡുമാണ്. സോ ഇതാണ് ഡ്രസ്സ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ്. എനിക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫ്രണ്ട് ഭാഗം, ന്യൂഡ് പിങ്ക് ഒക്കെ പോലത്തെ. അപ്പോൾ കൈയിൻ്റെ ഇവിടെ ചെറിയൊരു എലാസ്റ്റിക് പോലെയാണ് വരുന്നത് ഇതുപോലെ. പിന്നെ അകത്ത് നമുക്ക് ബ്ലാക്കോ വൈറ്റോ ഇന്നർ വെച്ചിട്ടാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ, നല്ലതാണ്. കണ്ടോ, ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് 499 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇത് പെട്ടെന്ന് കേൾക്കണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നാം, പക്ഷെ ഇത് എക്സ്പെൻസീവ് അല്ല ഗൈസ്. ഇതിൻ്റെ മെറ്റീരിയൽ അങ്ങനത്തെയാണ്. മെറ്റീരിയലിനുള്ള പ്രൈസാണ് കേട്ടോ വരുന്നത്. കണ്ടോ, നല്ല മെറ്റീരിയലാണ്. സോ അതിൻ്റെ പ്രൈസാണ്. സോ അതേ സെയിം തന്നെ വേറെ കളറും, ഒരു പൗഡർ ബ്ലൂ പോലത്തെ കളറ്. സോ അത് 2 എടുത്തിട്ടുണ്ടായിരുന്നത്. പിടിച്ചോ. അടുത്ത ടോപ്പ്. അടുത്തത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങണമെന്ന്. ഇത് വലിയൊരു ടീഷർട്ടാണ്. ഇത് ഞാൻ അച്ഛമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛമ്മ പറഞ്ഞത് അച്ഛനാണോ എന്നാണ് ചോദിച്ചത്. കോമഡി ഇല്ലാന്ന് അറിയാൻ എന്തായാലും ഞാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് കാണുമ്പം അച്ഛമ്മയ്ക്ക് കാണുമ്പോൾ വെച്ചാൽ നമ്മൾ നമ്മളെ സൈസ് കറക്റ്റ് സൈസിലുള്ള ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെ അല്ലേ അന്നത്തെ കാലത്ത് ലേഡീസ്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയാണല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ നല്ല ലൂസായിട്ടുള്ള ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഇങ്ങനെയാണ് ആൻഡ് ബാക്ക് ഇങ്ങനെയാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. ഫസ്റ്റ് ടൈമാണ് പർപ്പിൾ കളർ എൻ്റെ കയ്യിൽ വരുന്നത്. ലാവൻഡർ കളറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഈ കളർ. ഇതിന് ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ഒക്കെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ മാറ്റി വെച്ചു. കാരണം ബ്ലാക്ക് എൻ്റെ കണ്ണിൽ പെട്ട അത് തന്നെയാണ് ഞാൻ എടുക്കുകയുള്ളൂ. ഡ്രസ്സിൽ എനിക്ക് ബ്ലാക്ക് ഡ്രസ്സിലാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഞാൻ അപ്പം തന്നെ മാറ്റി വെച്ചു. എന്നിട്ട് വേറെ കളേഴ്സ് നോക്കി. ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ 3XL ആണ്.
അയ്യോ അത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാനിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വി പോലെ ഇൻസൈഡ് ചെയ്തിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതെടുത്തതാണ്. നല്ല സുഖമാണ് കേട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ട്, നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടാകുന്ന ഇടാൻ വേണ്ടി, തിരിച്ചു കൂടെ എടുക്കില്ല. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 380 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. ഓവർ സൈസ്ഡ് ടീഷർട്ട്. പിന്നെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതാണ്. സോ ടോപ്സ് ഒരു ടോപ്പ് ഇവിടെ ഉണ്ട്. ഇത് പക്ക ക്രോപ്പ് ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ബ്ലാക്ക് ക്രോപ്പ് ടോപ്പാണ്. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ഡ്രീംസ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. ഇത് കറക്റ്റ് ക്രോപ്പ് രീതിയിലായിട്ട് കെടുക്കും. വയറ് കാണില്ല. അത് നമ്മുടെ ജീൻസ് ഇടുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും വയറ് കാണില്ലേ എന്നുള്ളത്. ആൻഡ് സ്ലീവ്സ് എന്ന് വെച്ചാൽ 5 സ്ലീവ് ഒന്നുമല്ല. ഇത് വരെയാണ് കുറച്ച് കെടുക്കുക, കുറച്ച് ലൂസായിട്ട്. എന്നാലും ഒരുവിധമൊക്കെ സെറ്റാണ് കേട്ടോ. പെർഫെക്റ്റ് ടൈറ്റ് ടോപ്പല്ല, കുറച്ച് ലൂസാണ്. എനിക്ക് അങ്ങനത്തെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അടുത്ത ടോപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്രാവശ്യം എടുത്ത എല്ലാ ഡ്രസ്സുകളും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ പ്രൈസ് 333 ആണ്, അതായത് 333 ആണ് കേട്ടോ. ഒക്കെ 400 ബിലോ ആണ് ഞാൻ കാണിച്ച ടോപ്പുകളെല്ലാതും കേട്ടോ. ഓക്കെ, ഉണ്ടല്ലേ. ഇനി അടുത്തത് അമ്മയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കുർത്തിന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ പ്രൈസ് കൂടെ ഇല്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നോ എനിക്ക് ഓർമ്മയില്ല. 600 ആണോ? അല്ല, 600 സംതിങ് തോന്നുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ടോപ്പ് കാണാനെങ്കിലോ ഇവിടെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ എന്തോ ഒരു വർക്ക് വന്നിട്ട് ഫ്ലോറലാണ് ഫുൾ. ഒരു ഡാർക്ക് ബ്ലൂ കണ്ടോ. ആൻഡ് സ്ലീവ്സിൻ്റെ അറ്റത്തായിട്ട് ഒരു ലേസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ടോപ്പ്. അപ്പം നമുക്ക് ഡാർക്ക് ബ്ലൂ എന്നുള്ള കളർ തീരെ കുറവാണ്. ഇല്ലല്ലോ, ശരിക്കും ഒരു ടോപ്പ് എന്തോ ആണ് ഉള്ളത്. അല്ലേ. പിന്നെ അപ്പോൾ ഡാർക്ക് ബ്ലൂ ആണ് എടുത്തത്. സോ ഇതൊരെണ്ണം എടുത്തു. ഇത് ഫുൾ ടോപ്പ് അല്ല, ഫുൾ ടോപ്പ് നമുക്ക് തീരെ ഇഷ്ടമില്ല. അപ്പം ഇത് മുട്ടിന് താഴെ രീതിയിൽ കിടക്കുന്നതാണ്. അമ്മ അത് കുർത്ത പോലെയാണ് പേറിയാം. അപ്പോൾ ഇനി അടുത്തത് ജീൻസിൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയൊരു ജീനാണ് പാരച്യൂട്ട് ബാഗി അല്ലേ. പാരച്യൂട്ട് ബാഗി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടാകുന്നതാണ്. ഇത് പാരച്യൂട്ട് തന്നെയല്ലേ? പാരച്യൂട്ടാണ്. പ്രൈസ് കേട്ടോ നിങ്ങൾ ഞെട്ടും. 599 റുപ്പീസിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ 2 കളേഴ്സ് ഞാൻ എടുത്തു. ഈ ഒരു ഗ്രേയും എടുത്തു. ഗ്രേ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ്. ഇത് കാണുമ്പോൾ ഏകദേശം ബാഗൊക്കെ പോലെ ഉണ്ട് കേട്ടോ ഡിസൈൻ. പക്ഷെ നല്ല സുഖമാണ്. ഇത് ജീനിൻ്റെ മെറ്റീരിയൽ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ. ജീൻസിൻ്റെ മെറ്റീരിയൽ ആയിട്ടല്ല കേട്ടോ വരുന്നത്. കണ്ടോ, ഗ്രേ ആയതുകൊണ്ട് ഒരുവിധം എല്ലാ കളേഴ്സിൻ്റെ കൂടെ മാച്ച് ആയി പോവും. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഓർക്ക പറയാനാ എനിക്കെന്ന് വെച്ചാൽ സൈസ് ശരിക്കും 28 ലൂസാണ് ഗൈസ്. 26 വേണം എനിക്ക്. അതൊരുവിധം എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം, തടി കുറഞ്ഞുള്ളവർക്ക്. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് സെറ്റാണ്. കാരണം ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നല്ല സൂപ്പർ അഡ്ജസ്റ്റബിൾസ് ആണ്. എനിക്ക് ഈ സിസ്റ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടൈറ്റ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനത് ആദ്യം തന്നെ അവിടെ ചോദിച്ചു ഇതിൻ്റെ സൈസ് എത്രയാണ്. സൈസ് പേടിക്കേണ്ടത്, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ആണ്. ഇതാണ് ആദ്യത്തെ ഒരു ഗ്രേ കളറാണ് കേട്ടോ. ഇതിന് പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ 599 ആയിരുന്നു. അപ്പം അതിൻ്റെ സെയിം ബ്ലാക്കും കൂടെ ഞാൻ എടുത്തു. എൻ്റെ പാൻറ് എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു കാർഗോ ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ കാർഡോറിയോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു ബ്രൗൺ കളർ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ലൂസ്, അതിങ്ങനെ പെയർ ചെയ്യാൻ അത്ര എളുപ്പമല്ല. പിന്നെ ഉണ്ടാകുന്ന ഒരു ബാഗ് എൻ്റെ കാണാനില്ല. ബാഗിന്ന് പറയാൻ പറ്റില്ല, അത് ഞാൻ പണ്ടിപ്പോഴോ വാങ്ങിയിട്ടുണ്ടായിരുന്ന. ആദ്യം നമ്മൾ ബാഗൊക്കെ ഇറങ്ങിയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്ന. ഞാൻ അതിനെ പറ്റിച്ചു കേസ്. അവർ ബാഗ് ആയിരുന്നില്ല, അത് വേറെ എന്തോ സ്ട്രേറ്റ് ഫിറ്റ് പോലത്തെ എന്തോ ബാഗായിരുന്നു, പാൻ്റായിരുന്നു. അപ്പോൾ ഇതടുത്തത് ഇത് സെയിം മറ്റേ ഗ്രേൻ്റെ തന്നെ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഇത് കാണുമ്പോൾ ഫിറ്റ് ആയിട്ട് തോന്നുന്നത് ഭയങ്കര ലൂസ് പാൻസ് ആണ് കേട്ടോ. ബാഗി പോലൊക്കെ തന്നെ ലൂസായിട്ട് കിടക്കുന്നതാണ്. ഇതൊക്കെ എടുത്ത് വെച്ചോ, മടക്കി വെച്ചോ കേട്ടോ. അടുത്തത് ലാസ്റ്റ് ഒരു ജീനാണ്. ഇതൊരു ബ്ലാക്ക് ഫ്ലെയർഡ് ജീൻസ് ഒക്കെ പോലത്തെയാണ് കേട്ടോ. ഇതിന് എത്രയായിരുന്നു? ഇത് 26 സൈസ്. ഭാഗ്യം 26 കിട്ടിയത് കേട്ടോ. അയ്യോ, ഇതിന് എത്രയായിരുന്നു എനിക്ക് മറന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിൻ ഫിറ്റ് ആകുമ്പോൾ സ്കിൻ ഫിറ്റ് ഒന്നല്ല. ഇത് ഫ്ലെയർഡ് ജീൻ പോലത്തെയാണ്. ലൈക്ക് നമ്മുടെ കാലിൻ്റെ അതുവരെ ഒരുവിധം ഫിറ്റ് ആയിട്ട് എടുക്കും. ലാസ്റ്റ് മറ്റേ ജയൻ്റെ പാൻറ്റില്ല അതുപോലെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കിടക്കും. ഏകദേശം ഒരു പലാസോ പോലെയൊന്നുമല്ല, എന്നാലും അതുപോലത്തെ ഒരു ജീനാണ്, ബ്ലാക്ക് കളർ. അതാവുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ എനിക്കിടാം. പ്രൈസ് ഇവിടെ ഉണ്ട്
880 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. 880ക്കുള്ള ജീൻസാണ്. നല്ല വിലയാണ് ശരിക്കും പുറത്ത് ജീൻസിനൊക്കെ. ഇവിടെ നല്ല സെറ്റ് വില എനിക്ക് തോന്നി. അപ്പോൾ ഈ ബ്ലാക്ക് ജീൻ എടുത്തു. ഇത്ര ഉള്ളൂ കേട്ടോ. ഇത്രയും ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തത്. ഇത് നമ്മൾ പെയർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പഴയ മോഡലെന്ന് വിചാരിക്കാം, പക്ഷെ ഇത് പഴയ മോഡലല്ല ഗൈസ്. ഇത് ഞാൻ പെയർ ചെയ്തത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആയിട്ടാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. കാരണം നിങ്ങളെല്ലാം പ്രൈസ് കേട്ടല്ലോ. ടോപ്പ് എല്ലാം 400 ബിലോ ആണ് ഉണ്ടായിരുന്നത്. ആ ഒരു ടോപ്പും ഈ 2 ടോപ്പ് മാത്രം 499 ആയത്. ബാക്കിയൊക്കെ 400 ബിലോ ആണ്. ജീൻസ് വരെ 1000 ബിലോ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പുറത്തൊക്കെ ജീൻ നല്ല വില കേട്ടോ, എനിക്ക് നല്ലോണം അറിയാം. 1000 എബോ ഉണ്ട് ജീൻസിനൊക്കെ. അപ്പം എന്തായാലും നിങ്ങൾ വിഷു കൈനീട്ടത്തിൻ്റെ കാര്യം മറക്കണ്ട. നല്ല അടിപൊളി ഓഫറാണ്. നിക്ക് അടിപൊളി ഓഫറാണ്. സോ ഞാൻ സ്ക്രീനിൽ വീണ്ടും കൊടുക്കാം കോഡ്. സോ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർക്ക് ഞാൻ പറഞ്ഞ പോലെ വാട്സപ്പ് നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി. കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും ചെറബറ ഷോർട്സ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവാം, ഞാൻ പറയാം. സോ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.